കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വാത്സല്യനാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ, അതായത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള ആത്മീയ വിഷയങ്ങളെ അപഗ്രഥിച്ച് ആത്മീയർക്ക് ആത്മീയവർദ്ധന വരുത്തുന്ന വിധത്തിലുള്ള ഈ പഠന പരമ്പരയിൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരായവർക്ക് തന്നെ വന്ദനം. രണ്ട് ഭാഗങ്ങളെ തമ്മിൽ, രണ്ട് ജനതതികളെ തമ്മിൽ, രണ്ട് തലമുറകൾ ജീവിച്ചിരിക്കുന്ന വ്യക്തികളെ തമ്മിൽ താരതമ്യം ചെയ്യുകയാണ് നമ്മുടെ ഈ പഠന പരമ്പരയുടെ എളിയ ഉദ്ദേശം. മിസ്രൈമിൽ കുഞ്ഞാടിൻ്റെ ചോരത്തളിപ്പിനാൽ വിടുതൽ പ്രാപിച്ച് ചെങ്കടൽ വഴി 40 വർഷത്തെ മരുഭൂമിവാസത്തിൽ ജീവിച്ചിരുന്നവരിൽ 6,03,550 20 വയസ്സ് മുതൽ മുകളോട്ട് എണ്ണപ്പെട്ട യുദ്ധപ്രാപ്തിയുള്ള പടയാളികളിൽ 6,03,348 പേരെയും നടത്തിപ്പുകാരനായിരുന്ന മോശയെ, അതിനുപോൽബലമായി പ്രവർത്തിച്ച അഹരോൻ, പാട്ട് ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്ത മിറിയം, ആദിയായവരുൾപ്പെടെ എല്ലാവരെയും മരുഭൂമിയിൽ തള്ളിയിട്ടു. അതിൻ്റെ കാരണങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നാം ഇപ്പോൾ ചെയ്യുന്നത്. അവരുടെ മോഹവും ദുർമോഹവും. മോഹം എന്നാൽ ആഗ്രഹം, ദുർമോഹം എന്നാൽ അത്യാഗ്രഹം. ഡിസയർ ആൻഡ് ലസ്റ്റ്. ആഗ്രഹമില്ലാത്തവരില്ല, എന്നാൽ ദുരാഗ്രഹമുള്ളത് ദൈവവചനത്തിലുള്ളത് അല്ല. ദൈവത്തിന് സ്തോത്രം. സ്വപ്നത്തിൽ ശലോമോന്റെ അടുക്കൽ വന്ന് ദൈവം ചോദിച്ചു, നിന്റെ ആഗ്രഹമെന്ത്? അവൻ ചോദിക്കുവാൻ സാധ്യതയുള്ളത് ചോദിക്കാതെ എളിയ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അതുകൂടെ ദൈവം അവന് കൊടുത്തതായി രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൻ്റെ പ്രാരംഭ അധ്യായങ്ങളിൽ എഴുതിയിരിക്കുന്നല്ലോ. ദുർമോഹം ഒരു ദൈവ പൈതലിന് നല്ലതല്ല. ദുർമോഹം മുഖാന്തരമാണ് ദൈവം ഇസ്രായേൽ ജനങ്ങളെ മരുഭൂമിയിൽ തള്ളിയിട്ടവരുടെ ശവം കല്ലറകൾ പോലും ഓർമ്മസ്തംഭം ഇല്ലാതെ ആയിത്തീർന്നതെങ്കിൽ ഇത് പുതിയ നിയമ രാജകീയ സഭയ്ക്ക് ഒരു മുന്നറിയിപ്പ്, ഒരു ബുദ്ധിപദേശം. 2, അവരെ ദൈവം രക്ഷിച്ചത് മരുഭൂമിയിൽ വന്ന ശേഷം യഹോവയാം ദൈവത്തെ ഉത്സവം ആചരിച്ച് ആരാധിക്കുവാനായിരുന്നു. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം 1-ാമത്തെയും 2-ാമത്തെയും 7-ാമത്തെ അധ്യായം 16 വാക്യങ്ങൾ. എന്നാൽ അവരോ തിന്നു കുടിച്ചു, സ്വർണവിഗ്രഹത്തിൻ്റെ മുൻപിൽ കളിപ്പാൻ എഴുന്നേറ്റു. താരതമ്യം ചെയ്യുക. ഇന്നത്തെ ആത്മീയ ഗോളത്തിലെ രാജകീയ പുരോഹിതവർഗത്തിൻ്റെ നേതാക്കന്മാരും അണികളും എല്ലാവരും ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തതയുള്ളവർ ആകുന്നുവോ? അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം മുതൽ താഴോട്ട് വായിച്ചു നോക്കിയാൽ 6 ഘട്ടങ്ങളിലായി ദൈവം തൻ്റെ സഭയെ വളർത്തി. അത് പടുകൂറ്റൻ കെട്ടിടങ്ങളുടെ ബലത്തിലും സഭാസംഘടന സ്ഥാനത്തിൻ്റെ ഉന്നതന്മാരുടെ വിദ്യാഭ്യാസത്തിലും സഭാ ആസ്ഥാന മന്ദിരത്തിൻ്റെ കെട്ടിടത്തിൻ്റെ ബലത്തിലുമല്ല. 40 വർഷത്തിൽ 38 സംവത്സരങ്ങൾ കൊണ്ട് 41 സ്ഥലങ്ങളിൽ മാറി കൂടാരം അടിച്ചതിൻ്റെ ലക്ഷ്യം തന്നെ സഭാ ആസ്ഥാന മന്ദിരം മരുഭൂമിയിൽ ഉണ്ടാക്കരുത് എന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥയോ, ആസ്ഥാനമാകുന്ന, പ്രസ്ഥാനമാകുന്ന, സഭയാകുന്ന പൊൻകാളക്കുട്ടിയുടെ മുൻപിൽ കാളക്കുട്ടിയെ തലയെ വെച്ചുകൊണ്ട് ആറാടിത്തുള്ളി അഹരോനെ പോലെ ജനറൽ കൺവെൻഷനുകളിലും മറ്റും ആറാടിത്തുള്ളുന്ന പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, കമ്മിറ്റി മെമ്പേഴ്സ് ഒക്കെ വർഷത്തിൽ 1 ജനറൽ, വർഷത്തിൽ 1 സ്റ്റേറ്റ്, വർഷത്തിൽ 1 മേഖല, അതുപോലെ സെൻറ്റർ, അതിന് തുല്യമായി സഭാ കൺവെൻഷനുകൾ ആറാടിത്തുള്ളുകയല്ലേ
എവിടെ ദൈവനാമം മഹത്വപ്പെടുത്തപ്പെടുന്നു? തിന്നുക, കുടിക്കുക, ഇതല്ലേ ഇന്നത്തെ പ്രധാന വിഷയങ്ങൾ. വരുന്നവർക്ക് എല്ലാവർക്കും ആഹാരം കൊടുക്കും, അതുകൊണ്ട് നാട്ടുകാർ മുഴുവൻ വന്ന് ആഹാരം കഴിക്കുന്നു. ഇതൊരു ബുദ്ധിയുപദേശം. 3, അവർ മരുഭൂമിയിൽ വെച്ച് യഹോവയാൻ ദൈവത്തെയും ദൈവം അരുളി ചെയ്ത കൽപ്പനകളെയും ഉപേക്ഷിച്ച് പരസംഗം ചെയ്തു. അതിനാലുണ്ടായ ശിക്ഷ 23,000 പേർ ഒരു ദിവസം വീണു. സംഖ്യാപുസ്തകം 25:1 മുതൽ 8 വരെയും കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1 ലേഖനം 10 8 വാക്യങ്ങൾ. നേതാക്കന്മാരല്ലേ പരസംഗം ചെയ്യുവാൻ പ്രേരണ കൊടുക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്തത്? പാവപ്പെട്ട വിശ്വാസികൾ എന്ത് ചെയ്തു? ഇന്നത്തെ ആത്മീയ സഭകളുടെ അധപ്പതനത്തിൻ്റെ പ്രധാന കാരണം പാവപ്പെട്ട അണികളല്ല, നേതാക്കന്മാരാകുന്നു എന്ന് മറന്നു പോകരുത്. എത്ര പേർ അവിടെ ചെല്ലും എന്നൂടെ ശ്രദ്ധിക്കുക. 23,000 പേർ വീണുപോയതുപോലെ ഇന്നത്തെ ആത്മീയ കുളത്തിൽ ജനറൽ കൺവെൻഷന് വരുന്ന 40,000 പേരെന്ന് അവകാശപ്പെടുന്നുവല്ലോ. എത്ര പേർ നിലനിൽക്കും എന്നുകൂടെ ചിന്തിച്ചു നോക്കുക. 4, അവരിൽ ചിലർ യഹോവയെ പരീക്ഷിച്ചു. അതിനാലുണ്ടായ ശിക്ഷ സർപ്പങ്ങളാൽ സംഹാരം. സംഖ്യാപുസ്തകം 21 4 മുതൽ 9 വരെയും കൊരിന്ത്യരുടെ 1 ലേഖനം 10 9 വാക്യവും. യഹോവയാം ദൈവത്തെ ഏകാഗ്ര ഹൃദയത്തോടുകൂടെ സേവിച്ച് സ്നേഹിച്ച് യാതൊരുവിധ പരീക്ഷകളും ഉണ്ടാകരുത്. നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുതെന്നല്ലേ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. പരീക്ഷിച്ചവരെ സർപ്പം സംഹരിച്ചു എങ്കിൽ യഹോവയാം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കാത്തവരെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ മാത്രമല്ല, പത്രോസ് എഴുതിയ ലേഖനത്തിലും 1 ലേഖനം 5 8 വാക്യങ്ങൾ, ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ചുകൊണ്ട് സാത്താൻ അലറുന്ന സിംഹം പോലെ നടന്ന് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇതൊരു ബുദ്ധിയുപദേശം. 5, അവരിൽ ചിലർ പിറുപിറുത്തു. സങ്കീർത്തനം 95 8 മുതൽ 11, 106 സങ്കീർത്തനം 25 മുതൽ 27, കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1 ലേഖനം 10 വാക്യവും. വിഷയം ഇത്രമാത്രം ഖണ്ഡിതമായി എഴുതിയിരിക്കെ പഴയ നിയമ ജനങ്ങൾക്ക് വന്നു ഭവിച്ച ആ ദുരന്തം ഇതെല്ലാം രാജകീയ പുരോഹിത വർഗത്തിനും ബാധകവും ബുദ്ധിയുപദേശവും അല്ലേ? ആകയാൽ നാം ഞെളിയാതെ ഭയപ്പെടുക. റോമർക്ക് എഴുതിയ ലേഖനം 15 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ ആത്മീയകോളത്തിൽ പിറുപിറുപ്പില്ലാത്തവർ ആരുണ്ട്? പിറുപിറുക്കുവാൻ കാരണക്കാരായി തീർന്ന വ്യക്തികളെ ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല. ഞെളിയാതെ ഭയപ്പെടുക. പഴയ നിയമ ഇസ്രയേലിൻ്റെ പാളയ ക്രമീകരണം ഇത്രമാത്രം ക്രമീകൃതമായി ലോകത്തിൽ ഇന്നുവരെ ഒരു ജനതതിയിലും പാളയം ക്രമീകരിക്കപ്പെട്ടിട്ടില്ല. അറേഞ്ച്മെന്റ് ഓഫ് ദ ക്യാമ്പ് ഓഫ് ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് ഇസ്രയേലൈറ്റ്സ്, അതും ഒരു ബുദ്ധിയുപദേശം. പഴയ നിയമത്തിൽ മരുഭൂമിയിൽ ആയിരുന്ന ജനങ്ങൾ ക്രമീകരിക്കപ്പെട്ട അവസ്ഥയിൽ പാളയം, ക്രമീകരിക്കപ്പെട്ട അവസ്ഥയിൽ യാത്ര, ക്രമീകരിക്കപ്പെട്ട അവസ്ഥയിൽ ആരാധനകൾ, കുടുംബങ്ങൾ, വ്യക്തികൾ, എല്ലാവരും ക്രമം കെട്ട് ഒരു വ്യക്തിയും പാളയത്തിൽ ഇല്ലായിരുന്നു. ഓരോ കുടുംബത്തിനും പാളയത്തിനും ദൈവത്താൽ നിഷ്കർഷിക്കപ്പെട്ട സ്ഥലത്തു മാത്രം കൂടാരം മാറ്റിയടിക്കുമ്പോഴും അതേ ക്രമീകരണം തന്നെ. അതിൻ്റെ നിയമങ്ങൾ, വ്യവസ്ഥകൾ എന്നിവയെ നാം കാണുന്നത് ഇസ്രയേൽ ജനങ്ങളുടെ മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാടിന് ശേഷം അത്രേ. മിസ്രൈമിൽ എങ്ങനെയോ ഒക്കെ ജീവിച്ചു. മിസ്രൈമിൽ ഏതെല്ലാം വിധത്തിൽ അവർ യാത്ര ചെയ്തു, പ്രവർത്തിച്ചു എന്നുള്ളതല്ല വിഷയം. അതുകൊണ്ട് പറഞ്ഞു, അജ്ഞാനകാലത്ത് നിങ്ങൾ നടന്നതുപോലെ ഇനിയും നടക്കരുത്. നമുക്ക് പ്രമാണം തന്നിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 12:31, 32, 19:1 അവർക്ക് ദൈവം പ്രമാണം കൊടുത്തു. സീൻ മരുഭൂമിയിൽ എത്തി അവരുടെ തുടർ ജീവിതത്തിന് ആവശ്യമായ ന്യായപ്രമാണ ലബ്ധിക്ക് ശേഷം അത്രേ
പുറപ്പാട് ദിവസം 20-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, 20-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ അവർക്ക് ദൈവം നിയമിച്ച പ്രധാനപ്പെട്ട 10 കൽപ്പനകൾ ദർശിക്കുമ്പോൾ, പുറപ്പാട് ദിവസം 21-ാം അധ്യായം 1 മുതൽ 24-ാം അധ്യായം 18 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന 10 കൽപ്പനകളുടെ വിപുലീകരിച്ച നിയമവ്യവസ്ഥകളെയും നാം കാണുന്നത് ഉത്തമം അയല്ലേ? പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 39-ാം അധ്യായം 43 വരെയുള്ള വാക്യഭാഗത്ത് അവരുടെ ആരാധനാ കേന്ദ്രമായിരുന്ന സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മാണ ചരിത്രവും, 40-ാം അധ്യായം 1 മുതൽ 38 വരെയുള്ള വേദഭാഗത്ത് അതിൻ്റെ പ്രതിഷ്ഠയും കാണുന്നു. അവർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 3-ാം മാസത്തിൽ അതേ ദിവസം സീനായി മരുഭൂമിയിൽ എത്തി. പുറപ്പാട് പുസ്തകം 19:1. അന്ന് മുതൽ സകല പ്രമാണങ്ങളും കൈപ്പറ്റി സമാഗമന കൂടാരവും അതിൻ്റെ ഉപകരണങ്ങൾ പണിയുന്നതിനുള്ള സാധന സാമഗ്രികൾ ശേഖരിച്ചു. ബസലേലും ഒഹലിയാവും മോശയുടെ മേൽനോട്ടത്തിൽ പണി ആരംഭിച്ചു. പുറപ്പാട് പുസ്തകം 36-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അവർ സമാഗമന കൂടാരത്തിൻ്റെയും സകല ഉപകരണങ്ങളുടെയും പണി തീർത്തു. തിരുനിവാസം നിവർത്തി. ഉപകരണങ്ങൾ ഓരോന്നും ദൈവം കൽപ്പിച്ചതുപോലെ അതതിൻ്റെ കൃത്യസ്ഥലത്ത് നിർത്തി പ്രവൃത്തി സമാപിപ്പിച്ചു. സീൻ മരുഭൂമിയിൽ എത്തിയതിൻ്റെ 2-ാം സംവത്സരം 1-ാം തീയതി അഥവാ അബീബ് മാസം 1-ാം തീയതി ആയിരുന്നു പുറപ്പാട്. പുറപ്പാട് 12:2, 13:4. പുറപ്പെട്ടതിൻ്റെ 3-ാം മാസം സീൻ മരുഭൂമിയിൽ എത്തി. അവിടെ സമാഗമന കൂടാരത്തിൻ്റെ പണി ആരംഭിച്ചു. 2-ാം സംവത്സരം 1-ാം മാസം തിരുനിവാസം നിവർത്തു. സാരാംശത്തിൽ സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മാണത്തിന് അവർ എടുത്ത സമയം സൂക്ഷം 9 മാസം അഥവാ 270 ദിവസങ്ങൾ ആയിരുന്നു എന്ന് കണക്ക് കൂട്ടിയാൽ ഗ്രഹിക്കുവാൻ കഴിയും. പുറപ്പാട് പുസ്തകം 36-ാം അധ്യായം 1-ാം വാക്യം മുതൽ 7-ാമത്തെ വാക്യവും 39-ാം അധ്യായം 17 മുതൽ 20-ഉം 23-ഉം അധ്യായങ്ങൾ വായിച്ചുകൊണ്ടാൽ സമാഗമന കൂടാരം മരുഭൂമിയിൽ പണി തീർത്തതിന് എത്ര കാലം എടുത്തു എന്ന് അനായാസേന ഗ്രഹിക്കുവാൻ കഴിയും. അവരുടെ ആരാധന സ്ഥലമായിരുന്ന സമാഗമന കൂടാരത്തിന് ശേഷമായിരുന്നു വാഗ്ദത്തശക്തിയുള്ള അവരുടെ തുടർ യാത്ര. ആദ്യം അവർ ആരാധനാലയം ക്രമീകരിച്ചു. തുടർന്നിട്ടാണ് അവർ യാത്ര ആരംഭിച്ചത്. അതും ഇന്നത്തെ ആത്മീയ ഗോളത്തിന് ഒരു ബുദ്ധിയുപദേശം. മുന്നമേ ദൈവത്തിൻ്റെ രാജ്യം. ഏത് യാത്ര ശുഭമാകണമെങ്കിലും ആദ്യം ക്രമീകരണം പ്രാപിക്കണം. പെന്തക്കോസ്ത് ദിവസം വരുന്നതിന് 10 ദിവസം മുൻപ് സ്വർഗാരോഹണം നടന്നു. ആ 10 ദിവസം അവർ കൂടി വന്ന സ്ഥലത്ത് വെട്ടിക്കൊണ്ടുവന്ന വൃക്ഷങ്ങൾ അതേപടി പണിപ്പുരത്ത് കയറ്റിയില്ല. കൊണ്ടുവരപ്പെട്ട സാധനങ്ങൾ അതേ രീതിയിൽ ആരാധനാലയത്തിൻ്റെ ഉപകരണങ്ങളിൽ ചെലുത്തിയില്ല. വെട്ടേണ്ടതിനെ വെട്ടി, ഒരുക്കേണ്ടതിനെ ഒരുക്കി, പൊളിക്കേണ്ടതിനെ പൊളിച്ചു, മുറിക്കേണ്ടതിനെ മുറിച്ചു, രൂപഭേദം വരുത്തേണ്ടതിനെ രൂപഭേദം വരുത്തി, അതിന് തുളയിടേണ്ടതിനെ തുളയിട്ടു, ചെലുത്തേണ്ടതിനെ ചെലുത്തി, ഉരുക്കേണ്ടതിനെ ഉരുക്കി, അടിക്കേണ്ടതിനെ അടിച്ചു വാർത്ത്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടാണ് പണിപ്പുറത്തു കയറ്റി ദൈവദേശത്ത് ഇറങ്ങിയതെങ്കിൽ 10 ദിവസം എടുത്തിട്ടാണ് 500 പേരിൽ 120 പേരെ ശേഷിപ്പിച്ച് 380 പേർ അവരെ വിട്ടുപോയിടത്ത് 120 പേർ കാത്തിരുന്ന് പ്രാപിച്ചതാണ് ആദ്യ സഭയിലെ പെന്തക്കോസ്തിൻ്റെ സഭ. അവർ മരുഭൂമിയിൽ ആരാധനാലയമായ സമാഗമന കൂടാരം വഹിച്ചുകൊണ്ട് സീൻ മരുഭൂമിയിൽ വാഗ്ദത്തദേശത്ത് എത്തിയതാകുന്നുവെന്ന് മറന്നു പോകരുത്. അവർ ആ സമാഗമന കൂടാരത്തിൻ്റെ ഉപകരണങ്ങൾ തോളിൽ ചുവന്ന് യോർദാൻ നദി വരെ യാത്ര ചെയ്ത സമയം 40 സംവത്സരങ്ങൾ ആയിരുന്നു. ഈ യാത്രാരംഭം മുതലത്രേ ലേവ്യ പൗരോഹിത്യ നിയമം നിലവിൽ വന്നത് എന്ന്
നാം മറന്നു പോകരുത്. ആരാധനാലയം പണി തീർത്ത് സ്തോത്രം നിർത്തപ്പെട്ട് ദൈവതേജസ് ഇറങ്ങിയ ശേഷം മാത്രമാണ് ലേവ്യ പൗരോഹിത്യം ആരംഭിച്ചതെന്ന് മറന്നു പോകരുത്. സംഖ്യാപുസ്തകം 1:50, 2:17, 4:3, 23, 30, 35, 39, 43 എന്നീ വാക്യങ്ങൾ. അവരുടെ സേവന പ്രായം 30 വയസ്സു മുതൽ 50 വയസ്സുവരെ മാത്രം ആയിരുന്നു. 20 സംവത്സരമായിരുന്നു അവരുടെ സേവനത്തിൻ്റെ കാലയളവ്. അവർ മരുഭൂമിയിൽ യാത്ര ചെയ്ത കാലം 40 സംവത്സരങ്ങളും പാളയം അടിച്ചത് 41 ഇടങ്ങളിലും ആയിരുന്നു. സംഖ്യാപുസ്തകം 33 അധ്യായം 1 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. 41 സ്ഥലം വന്നു. പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാനിൽ കാല് കുത്തി 1000 ജനങ്ങൾ അക്കരെ വാഗ്ദത്തദേശത്ത് കടന്നു. ഒരിക്കൽ കൂടെ പറയാം, 6,35,550 യുദ്ധപ്രാപ്തിയുള്ള പുരുഷന്മാരിൽ 2 പേർ മാത്രം, സംശയിക്കാത്തവർ, പിറുപിറുക്കാത്തവർ, വിഗ്രഹത്തിൻ്റെ മുൻപിൽ വണങ്ങാത്തവർ, ഒത്തിരി ഗുണങ്ങളുള്ളവർ മാത്രമാണ് അക്കരെ കടന്നത്. എങ്കിൽ ഇതും ഒരു ബുദ്ധിയുപദേശം, ഞെളിയാതെ ഭയപ്പെടുക. 10 ദിവസം എടുത്ത് പരിശുദ്ധാത്മാവ് അവരുടെ നടുവിൽ വന്ന ശേഷം ആണ് ദൈവസഭ ഉരുവായതും. അപ്പസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്നീ 5 ശുശ്രൂഷകൾ സ്ഥാപിച്ചത്. മരുഭൂമിയിലെ ജനങ്ങൾക്ക് ലേവ്യ പൗരോഹിത്യം, പുതിയ നിയമ സഭയ്ക്ക് രാജകീയ പുരോഹിത വർഗത്തിന് രാജകീയ പുരോഹിത വർഗത്തിൻ്റെ ശുശ്രൂഷകൾ. ഇതെല്ലാം എത്ര അത്ഭുതകരമായി നടന്നു വന്നു എന്നുള്ളത് മറന്നു പോകരുത്. നാം വിളിക്കപ്പെട്ടവരാണ്. ചുരുക്കമായി അപ്പുറത്ത് പ്രവേശിപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. അവരവിടെ വന്ന് യോർദാൻ നദി കടന്ന് വാഗ്ദത്തദേശത്ത് പ്രവേശിച്ചു. എങ്കിൽ നാം ഈ ലോകമാകുന്ന മരുഭൂമി യാത്ര വിട്ട ശേഷം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുവാൻ ആവലോടുകൂടി, ആഗ്രഹത്തോടുകൂടി, പ്രതിഷ്ഠയോടുകൂടി, വിശ്വാസത്തിൻ്റെ സ്ഥിരതയോടുകൂടി ഓടാം. അതിനാവശ്യമായ കൃപ ദൈവം നമുക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വിശുദ്ധന്മാരെയും ദൈവസനിൽ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, വിഗ്രഹാരാധന വിട്ടോടാം. വചനവിരുദ്ധമായ യാതൊരു പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ഒരിക്കൽ കൂടെ ഈ ദൈവവചനം, മാറ്റമില്ലാത്ത ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരായവരെ എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിനു വേണ്ടി ദൈവത്തിൻ്റെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.